കേരള പ്രീമിയർ ലീഗിലെ മറ്റൊരു മധുര മനോഹര പോരാട്ടത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് സിയുമായി ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് റൈറ്റ് നൗ. രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സെമി ഫൈനൽ സാധ്യത തുറന്നെടുക്കുക എന്നുള്ളത് അമലിൽ നിന്ന് നേരെ മുന്നിലേക്ക് കൊടുക്കാനുള്ള ശ്രമമാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മത്സരത്തിന്റെ 1-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുന്നിലേക്ക് എത്തുന്നു. എഫ്സി കേരളയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ അവിടെ കൃത്യമായി സാധിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജാസിമിന് ഇറങ്ങുന്ന കാര്യത്തിൽ എഫ്സി കേരള ഒരുപാട് മുന്നിലാണ്. കാരണം 33 ഗോളുകൾ അവർ ഓൾറെഡി ഈ ഒരു മത്സരത്തിന് മുന്നേ വഴങ്ങി കഴിഞ്ഞു. വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് they are making it look just completely ഈസി. 2 മിനിറ്റിനുള്ളിൽ 2 വെടി പൊട്ടിക്കുന്നു. ഓരോ മിനിറ്റ് വെച്ച് ഓരോ ഗോളുകൾ അടിക്കുന്നു. നേരത്തെ ആ ഒരു ഡിഫൻസീവ് പിഴവിൽ നിന്നാണ് ഇത്തവണത്തെ രണ്ടാമത്തെ ഗോളും വരുന്നത്. ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നല്ല 1-ാം തരം ഒരു ബോൾ അവിടെ ഡെലിവറി കൃത്യമായി അവിടെ നടത്തിക്കൊണ്ട് 3 താരങ്ങൾ ഒരേപോലെ തന്നെ വളരെ പാരലൽ ആയി തന്നെ അദ്ദേഹത്തെ ഓടി കാണിക്കുന്നു. ജാസിമുണ്ട് ഇൻസൈഡ് പെനാൽറ്റി ഏരിയ, നല്ലൊരു ഡെലിവറി ആൻഡ് അച്ഛൽ നിന്ന് പന്ത് റാഞ്ചി എടുക്കാനുള്ള റാഫിദിന്റെ ശ്രമം പക്ഷെ അവിടെ വിഫലമായി പോകുന്നു. നല്ലൊരു ഓപ്പണിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വീണ്ടും ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. മത്സരത്തിലെ മറ്റൊരു ഗോൾ കണ്ടെത്തുന്നു സുജിൻ. 34-ാമത് മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ഇതായിരുന്നു ആ ഒരു ഡെലിവറി. അകത്തേക്ക് നല്ല 1-ാം തരമായി കട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു പന്തിനെ സുജിൻ ഒടുവിൽ വലയ്ക്കകത്തേക്ക് എത്തിക്കുന്നു. ഈ മത്സരത്തിലെ സ്കോറർമാരുടെ എണ്ണം 3-ാം പകുതി അവസാനിക്കുമ്പോൾ കുന്നംകുളത്ത് വാശിയേറിയ രീതിയിൽ തന്നെയാണ് റൈറ്റ് നോ മത്സരം ഓൺ ഗോയിങ് ആയുള്ളത്. എത്തുന്നില്ല. മലയമാണ് ഇത്തവണ ബോളുമായി പോകുന്നത്. റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു 18 യാർഡ് ഏരിയയിലേക്ക് കടന്നു കയറുന്നു ആൻഡ് അച്സലിന്റെ മികച്ചൊരു ഷോട്ട്. പക്ഷെ ചെറിയ വ്യത്യാസത്തിൽ ദേവമാണ് ഇത്തവണ പന്തിന് പുറകിൽ. ആക്കി അതിനെ മാറ്റുന്നു. പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഡെലിവറിയാണ്. ഗോൾ കീപ്പർ നേരെ മുന്നിലേക്ക് കയറി വരുന്നു. ആ പന്തിലേക്ക് ചാടുന്നതിന് പകരം 4-ാമത് ഗോളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു. ആ പന്തിലേക്ക് ചാടുന്നതിന് പകരം ഗോൾ കീപ്പർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ബാക്ക് ഫുട്ടിൽ തന്നെ. ആദ്യം ആ പന്ത് സേവ് ചെയ്തു. അതിനുശേഷം ആ ബോളിലേക്ക് ചാർജ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം സേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പുറകിലേക്ക് കയറി വരാനുള്ള പുറകിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനൽ വിസിൽ വരുന്നു. കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന അതീവ വാശിയേറിയ മറ്റൊരു മത്സരം.